സപ്നോ കേസേ ദിൻ റിട്ടൺ ബൈ ഗുരുദയാൽ സിംഗ്. നമ്മൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ചെറുപ്പത്തിലുള്ള ഓർമ്മകളാണ് ഇതിൽ പങ്കുവച്ചിരിക്കുന്നത്. ഗുരുദയാൽ സിംഗ് എങ്ങനെയാണ് സ്കൂളിൽ പോയത്, പാരൻസിനെ കുറിച്ചും ആ ലൈഫാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ലേഖക് പറയുന്നത്, ചെറുപ്പത്തിലൊക്കെ കളിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കുട്ടികളും ഒരുപോലെയാണ് തോന്നിയിരുന്നത്. ഒരേപോലെ ചിലപ്പോൾ കീറിയ ഡ്രസ്സായിരിക്കും, മാത്രമല്ല ചിലപ്പോൾ ബട്ടൺസ് പൊട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ മുടിയൊക്കെ പാറി പറന്നിരിക്കുന്നുണ്ടാവും. ഓടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വീഴും ചെയ്യും. അപ്പോൾ പാരൻസ് വഴക്ക് പറയുകയും ചെയ്യും. എന്നാലും പിറ്റേ ദിവസം വീണ്ടും കളിക്കാൻ പോകും. പിന്നീട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ചൈൽഡ് സൈക്കോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായ എല്ലാ കുട്ടികൾക്കും ഓൾമോസ്റ്റ് സിമിലർ ക്യാരക്ടറാണെന്ന്. അതിൽ ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, ചിലവർക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, ചിലവരുടെ പാരൻസ് നല്ലോണം ഇനിഷ്യേറ്റീവ് എടുക്കില്ല. ലേഖകൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ മോർ ദാൻ 50% ഹരിയാന, രാജസ്ഥാൻ എന്നായിരുന്നു. അവരുടെ പാരൻസ് ഈ മാർക്കറ്റിൽ ബിസിനസ്സായിരുന്നു അവർക്ക്. അവരുടെ ഭാഷയൊന്നും ശരിക്കും മനസ്സിലായിരുന്നില്ല. പക്ഷേ എന്നാലും കളിക്കുന്ന സമയത്ത് ഭാഷ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. എന്നാലും അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി അവർ കൂടെ കളിച്ചിരുന്നു. സ്കൂളിൽ പോണ വഴിയും ഓർമ്മയുണ്ട്. 2 സൈഡ് ചെടികളും മുള്ളും. ഇലയ്ക്കാണെങ്കിൽ വേപ്പിൻ്റെ ഇലയുടെ മണമായിരുന്നു. അത് ഇപ്പോഴും ഓർക്കുന്നു. പുതിയ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പേടിയും തോന്നാറുണ്ട്, മുന്നത്തേക്കാൾ കൂടുതൽ അടി കിട്ടിയാലോ എന്ന്. ആ സമയത്തും സ്കൂൾ കഴിഞ്ഞാൽ 1.5-2 മാസം വെക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അമ്മ വീട്ടിൽ പോയിട്ട് മുഴുവൻ വെക്കേഷൻ അവിടെയാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. അഥവാ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ പോയി ദിവസം മുഴുവൻ കുളിക്കും. കുളിച്ചിട്ട് കുറച്ച് നേരം മണ്ണിലൊക്കെ പോയി കളിക്കും. എന്നിട്ട് വീണ്ടും മണ്ണൊക്കെ ആക്കിയിട്ട് വീണ്ടും വെള്ളത്തിൽ കുളിക്കും. ആ ഭാഗത്ത് കുറേ എരുമകളുണ്ടായിരുന്നു. അഥവാ ഏതെങ്കിലും കുട്ടികൾക്ക് നീന്താൻ പറ്റില്ലെങ്കിൽ എരുമയുടെ വാലുമ്മ പിടിച്ച് കയറും എന്നാണ് പറയുന്നത്. അങ്ങനെ 1 മാസം കഴിയുമ്പോഴൊക്കെയാണ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹോംവർക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മാത്സിൻ്റെ ടീച്ചറാണെങ്കിലോ 200 സംസാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ മനസ്സിലാലോചിക്കും, ഒരു ദിവസം 10 സം ചെയ്താൽ 20 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങിയാലും മതി എന്ന് വിചാരിക്കും. അങ്ങനെ 10ൻ്റെ പകരം 15 ദിവസം കഴിയും. അങ്ങനെ സ്കൂൾ തുടങ്ങാറാവും. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹോംവർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ടീച്ചറുടെ അടി വാങ്ങിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്ന ചില ക്ലാസ്മേറ്റ്സും ലേഖകനെ ഉണ്ടായിരുന്നു. പിന്നെ ലേഖക് പറയുന്നുണ്ട്, ലേഖകൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഹെഡ് ഭയങ്കര വലിയ സൈസുള്ള ഒരു ഹെഡായിരുന്നു. ഈ കുട്ടി മറ്റുള്ള കുട്ടികളുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ തല വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ ഇടിച്ചിരുന്നത്. ഹെഡ് കണ്ടാൽ ഒരു പൂച്ചയ്ക്ക് ഒരു വാട്ടർമെലൻ്റെ ഹെഡ് വെച്ച് എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ഫീൽ ചെയ്തിരുന്നതെന്നാണ് ലേഖക് പറയുന്നത്. ആ കുട്ടിയെ മറ്റുള്ളവർ വിളിച്ചിരുന്നത് റെയിൽ ബമ്പ എന്നാണ്. ലേഖകൻ്റെ സ്കൂൾ ഒരു ചെറിയ സ്കൂളായിരുന്നു. അതിൽ വെറും 9 റൂംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു റൂം HMൻ്റെ ആയിരുന്നു. HMൻ്റെ പേര് മദൻ മോഹൻ ശർമ്മ. സ്കൂളിൽ പ്രെയർ തുടങ്ങുമ്പോഴാണ് ആൾ പുറത്തേക്ക് വരുള്ളൂ. പ്രെയർ സമയത്ത് PT ടീച്ചറും ഉണ്ടാവും. PT ടീച്ചറിൻ്റെ പേര് പ്രീതം ചന്ദ്. ആൾ ലൈൻ കറക്റ്റാണോ നോക്കും. PT ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ അതുപോലെ ആയിരുന്നില്ലേ നമ്മുടെ ഹെഡ് മാസ്റ്റർ. ആൾ ആരെയും അടിക്കാറില്ല. ദേഷ്യം വന്നാൽ തന്നെ കവളത്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കുള്ളൂ. കുറച്ച് കുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളും കരഞ്ഞുകൊണ്ട് വിഷമിച്ചിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ചില സമയത്തൊക്കെ സ്കൂൾ ഇഷ്ടാവും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ PT ടീച്ചർ കുറേ ഫ്ലാഗൊക്കെ തന്ന് സ്കൗട്ടിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എല്ലാവരും നന്നായി ചെയ്താൽ ഷാബാഷ് എന്ന് പറഞ്ഞ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ലേഖകൻ്റെ ഫാമിലി ഒരു പുവർ ഫാമിലി ആയതുകൊണ്ട് ഹെഡ് മാസ്റ്റർ കുറേ ബുക്സൊക്കെ കൊടുത്ത് സഹായിച്ചിരുന്നു. എന്നാലും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. അതിൻ്റെ കാരണങ്ങളും പലതും പറയുന്നുണ്ട്. ചിലപ്പോൾ ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞാലോ എന്നുള്ള പേടി കാരണമായിരിക്കാം, അല്ലെങ്കിൽ സബ്ജക്ട്സ് കൂടുതൽ ടഫായിക്കൊണ്ടിരിക്കുന്ന കാരണമായിരിക്കാം. എന്തായാലും പുതിയ ക്ലാസ്സിൽ പോകാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ലേഖകന്. 1923 കൊടൈക്കനാലിൻ്റെ രാജാവ് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ മരിച്ചു. അവരുടെ മോനാണെങ്കിൽ ഫോറിനിൽ പഠിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരാണെങ്കിൽ ഈ ആർമി ലൈഫ് നല്ലതാണെന്ന് കാണിച്ച് ചെറുപ്പം യൂത്തിനെ ആർമിയിൽ ആകർഷിപ്പിക്കാൻ നോക്കുമായിരുന്നു. ലേഖക് സ്കൗട്ടിങ് യൂണിഫോമൊക്കെ ഇടുമ്പോൾ ആൾക്കും ആർമിയിൽ ചേരണമെന്നൊക്കെ തോന്നാറുണ്ട്. ലേഖക് ഒരിക്കലും മാസ്റ്റർ പ്രീതം ചന്ദിനെ ചിരിച്ച മുഖമായിട്ട് കണ്ടിട്ടില്ല. ആളെ കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യവും വെറുപ്പൊക്കെ തോന്നും. ആളാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 4th ക്ലാസ്സിൽ ഫാഴ്സി ലാംഗ്വേജാണ് പഠിപ്പിച്ചിരുന്നത്. ഒരു ദിവസം എല്ലാ കുട്ടികളോടും ശബ്ദരൂപം പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണെങ്കിൽ അത് ആൾ ചോദിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കുട്ടി പോലും ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഹാർഡ് പനിഷ്മെൻറ്റ് കൊടുത്തു തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ അവിടെ വരുന്നതും ഇതൊക്കെ കാണുന്നതും.
നെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ ലേഖകൻ്റെ ടേൺ ആയിരുന്നു. പക്ഷേ ഈ കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് ലേഖക് രക്ഷപ്പെട്ടു. ഹെഡ് മാസ്റ്റർ ടീച്ചറെ കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഒരു ലെറ്റർ എഴുതി ഡയറക്ടർക്ക് അയച്ചു. പിന്നെ മോളിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ വരുന്നവരേക്കും ഈ പി ടി സാറിന് സ്കൂളിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ പി ടി സാർ വീട്ടിൽ സുഖമായി ഇരിക്കാൻ തുടങ്ങി. ജോലിയെക്കുറിച്ചാണെങ്കിൽ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു തത്തമ്മ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെ അതിനെ ബദാമൊക്കെ കൊടുത്ത് നല്ല സുഖമായിരിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ കുട്ടികൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ബിക്കോസ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എല്ലാവരും കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചിരുന്ന സാറിന് എങ്ങനെ ഇത്ര നന്നായി തത്തമ്മോട് ഇങ്ങനെ സ്വീറ്റായി ഇരിക്കാൻ പറ്റുമെന്ന് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ സ്റ്റോറി ഇവിടെ അവസാനിച്ചു. Follow my channel for more such info and stories.